من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ഇഖ്ലാസോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തവക്കുൽ എന്നത്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നു, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണോ എന്നാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല സൂറത്തുൽ ത്വലാഖിലും റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവന് അല്ലാഹു തന്നെ മതിയാകുന്നവനാണ് എന്ന കാര്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ഇബാദത്ത് കൂടിയാണ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ഇബാദത്ത്. ആരാണ് അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുക എന്ന് ചോദിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, കത്തിജ്വലിക്കുന്ന സൂര്യനെയും രാത്രിയുടെ കൂരാകൂരിരുട്ടിൽ വെളിച്ചമേകുന്ന ചന്ദ്രനെയും ഭ്രമണപഥത്തിൽ നിന്ന് തെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെയും കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഏകനായ ലോകജേതാവും അവനിൽ നിന്നാണ് എല്ലാ കാരുണ്യവും, എല്ലാ പരീക്ഷണങ്ങളും, എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞവന് മാത്രമേ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണോ, ഞാൻ സത്യവിശ്വാസിയാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ എന്നാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് അല്ലാഹു പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഒരു ക്രിയയാണ് അഥവാ അത് ജാർ മജറൂറാണ്. അറബി ഭാഷ നിയമപ്രകാരം ഇവിടെ തഖ്ദീമാണ് ഈ അറബി ഭാഷ നിയമം സൂചിപ്പിക്കുന്നത്. തവക്കുൽ എന്ന ഇബാദത്തിനെ അല്ലാഹുവിന് മാത്രമേ നൽകുവാൻ പാടുകയുള്ളൂ എന്നതാണ്. അല്ലാഹുവിന് പുറമെ മറ്റൊരു പഠിപ്പിലേക്കും ഈ തവക്കുൽ എന്ന ഇബാദത്തിനെ തിരിച്ചുവിടുവാൻ പാടുകയില്ല എന്നതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഈ തവക്കുലായ ഇബാദത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റു പഠിപ്പിലേക്കും അംബിയാ മുർസലീങ്ങളിലേക്കും ശുഹദാക്കളിലേക്കും
ബദരീങ്ങളിലേക്കും കേവലം ഒരു ചരടായ ഏലസിന് പോലും ആളുകൾ വരമേൽപ്പിക്കുന്നു. ഈ തവക്കുൽ എന്ന ഇബാദത്തിനെ അതിൽ നൽകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണോ ഏലസോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ധരിച്ചാൽ അവൻ അതിന് വരമേൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. ആരാണോ ഏലസ് ധരിച്ചത് അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഈ തവക്കുൽ എന്ന ഇബാദത്തിനെയാണ് അവൻ നൽകിയത്, ആ ഏലസിൽ അവൻ നൽകിയത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, അവൻ വരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനാണ്. അങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണ് ചെയ്തത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ ആയിത്തീരുക ഇബ്രാഹിമിന്റെ മേൽ തണുപ്പുള്ളതും സമാധാനവുമുള്ളതായി തീരുക എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മാത്രം ആ തീക്കുണ്ടാരത്തിലെത്തി അത് സമാധാനമുള്ളതായി തീരുകയാണ്, തണുപ്പുള്ളതായി തീരുകയാണ്. പക്ഷേ ആ തീക്കുണ്ടാരത്തിൽ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്ക് ആ തീ വളരെ ചൂടുള്ളതായിരുന്നു. അത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും സർവ്വസന്നാഹവുമായി വരുന്ന ഫിർഔനിന്റെയും പടയാളികളുടെയും ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെയും നടുവിൽ അകപ്പെട്ടപ്പോൾ തന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഉറച്ച വിശ്വാസത്തോടുകൂടി പറയുകയാണ്, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, കല്ലാ അങ്ങനെയല്ല കാര്യം, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഈ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗം റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുകയാണ് ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമിയുടെ ഒരു വാക്കായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക എന്ന കാര്യം. അപ്പോൾ ഈ ഇസ്ലാമിൽ 3 മർത്തബകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് അൽ ഇഹ്സാൻ, രണ്ടാമത്തത് അൽ ഈമാൻ, മൂന്നാമത്തത് അൽ ഇസ്ലാമുമാണ്. ഈ 3 മർത്തബകളിൽ ഏറ്റവും ഉത്തമമായ ഒന്നാമത്തെ മർത്തബ എന്നത് അൽ ഇഹ്സാനാണ്. എന്നാൽ ഏറ്റവും താഴത്തത് അൽ ഇസ്ലാമുമാണ്. എന്നാൽ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണോ, നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തവക്കുൽ ചെയ്യൽ നിർബന്ധമാണ്. ഒരു മുസ്ലിമാകുവാൻ എന്തൊക്കെ നിബന്ധനകൾ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടോ, ആ നിബന്ധനകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാകുവാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ശിർക്കും കുഫറുമായിരിക്കും എന്നതാണ്. ഇതിലൊന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസം ഇല്ലാതെയായി തീരും. രണ്ടാമത്തത് അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ അവന്റെ കഴിവിലുള്ള വിശ്വാസം അത് ഇല്ലാതെയായി തീരുന്ന അവസ്ഥയുണ്ടാകും. മൂന്നാമത്തത് അല്ലാഹുവിന്റെ മുൻപിൽ അവന്റെ ആധിപത്യത്തിലുള്ള വിശ്വാസം അത് ഇല്ലാതെയായി തീരും. നാലാമത്തത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ ഉള്ള വിശ്വാസം അത് ഇല്ലാതെയായി തീരും. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ പല ആളുകളും പുതിയ വാഹനങ്ങൾ വാങ്ങിയാൽ ചാരങ്ങളിൽ പോയി അവിടെ നിന്ന് പച്ചത്തുണിയും പല നിറത്തിലുള്ള തുണിയും വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എന്താണ് അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത്? ആ തുണി വന്നുകൊണ്ട് അവനെ സംരക്ഷിക്കും എന്നതാണോ? ഇല്ലെങ്കിൽ ആ കബറിൽ കിടക്കുന്ന ആ മക്കബറിൽ കിടക്കുന്ന ആ ശേഖ് വന്നുകൊണ്ട് അവനെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കും എന്നതാണോ? എന്നാൽ അവന്റെ ആ വിശ്വാസം അവനെ ചെന്നെത്തിക്കുന്നത് ഒരു അപകടത്തിലേക്ക് ആയിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. തവക്കുൽ അലല്ലാഹ് എന്ന് നാം
നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. ഈ തവക്കുൽതു അലല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് കാര്യമില്ല. തവക്കുൽ എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തവക്കുലു ഇഅ്തിമാദു ഖൽബി അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലുള്ള ഹൃദയത്തിന്റെ അവലംബമാണ് തവക്കുൽ എന്ന്. തവക്കുൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥന നാം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല എന്നതാണ്. എത്ര വലിയ കൊലകൊമ്പനായാലും അവനെ നിയന്ത്രിക്കുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്നതാണ്. നമുക്ക് ഏറ്റവും വലിയ അക്രമിയായ ഫിർഔൻ നമുക്കറിയാം. അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതമായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിർഔൻ അവസാനം മരണം തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് എന്തായിരുന്നു പ്രിയമുള്ളവരെ പറഞ്ഞത്? ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്താണ് അതിനുള്ള കാരണം? തന്റെ തൊണ്ടക്കുഴിയിൽ മരണമെത്തിയ സമയത്ത് അല്ലാഹുവിന്റെ പടപ്പുകളായ മലക്കുകളെ അവന്റെ 2 കണ്ണുകൾ കൊണ്ടും അവൻ കാണും എന്നതാണ് അതിനുള്ള കാരണം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അക്രമിയായ ഫിർഔൻ അവസാനം അല്ലാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. കാരണം ആ വിശ്വാസം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല. തൊണ്ടക്കുഴിയിൽ മരണമെത്തിയ സമയത്ത് അവൻ വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള തൗബക്ക് പ്രാധാന്യമില്ല എന്നതാണ് അതിനുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഈ തവക്കുലായ ഇബാദത്തിനെ അല്ലാഹുവിന് മാത്രം നൽകുകയും അങ്ങനെ ഏറ്റവും നല്ല മുഅ്മിനായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب سبحانه وتعالى വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ചെറുപ്പം മുതൽക്ക് സ്കൂൾ ജീവിതത്തിലും കോളേജ് ലൈഫിലും ബിസിനസ് മേഖലകളിലും അങ്ങനെ പല മേഖലകളിലായി അതുല്യമായ മനക്കരുത്തിൻ്റെയും കടുത്ത പോരാട്ടത്തിൻ്റെയും നേട്ടങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് വിജയകാഹളം മുഴക്കിയവരാണ് നമ്മളിൽ പലരും. അത്തരത്തിലുള്ള ഒരു വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും സമാധാനം നൽകുന്ന ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ അമലുകൾ, വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചു കൊണ്ട് ജീവിക്കുവാൻ സമ്മതിക്കുന്ന, ഇസ്ലാമിന് ഇജ്ജത്ത് നൽകുന്ന, അവർക്ക് ബഹുമാനം നൽകുന്ന ഒരു കൂട്ടർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആധിപത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. അല്ലാഹുവേ, നമുക്ക് കാരുണ്യം കാണിക്കാത്ത ഒരു വിഭാഗത്തിന് നീ ആധിപത്യം നൽകരുതേ എന്ന പ്രാർത്ഥന നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമുകൾക്കും അവരെ ആചാരങ്ങളെയും കളിയാക്കുന്ന, അവരെ അടിച്ചമർത്തുന്ന ഒരു കൂട്ടർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആധിപത്യം നൽകാതെ റബ്ബിനെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ദീനിനെയും സംരക്ഷിക്കുന്ന, അവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആധിപത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കടുത്ത ചൂടിലും അന്തരീക്ഷത്തിലെ ഈ പൊടിപടലും കൊണ്ടും ധാരാളം പേർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ശമനമാക്കി നൽകുകയും
ഈ ചൂടിന് പരിഹാരമായ അവൻ്റെ റഹ്മത്തായ മഴ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള ചെറുതു വലുതുമായ എല്ലാ കുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒന്നിച്ച് ജീവിച്ച നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ ഒന്നിച്ചില്ല. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബറുകൾ വിശാലമാക്കി നൽകുകയും അവരെ ഒന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر للمؤمنين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. أقم الصلاة.